Hi dears, welcome to the session. In this session, we will be discussing about the objectives of teaching English language. So, at first, we should know what is the difference between aim and objectives. എയിം എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ ഡിസ്റ്റൻറ്റ് ഗോൾ, ദാറ്റ് ഇസ് എൻ അൾട്ടിമേറ്റ് ഗോൾ. ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്യുന്നതിലൂടെ അതിൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് ഗോൾ, ഏറ്റവും അവസാനം എത്തിച്ചേർത്തേണ്ടത് എവിടെയാണോ അതാണ് എയിം എന്ന് പറയുന്നത്. സോ ഒരുപാട് സ്റ്റെപ്സിലൂടെ മാത്രമേ നമുക്ക് ആ എയിമിലേക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ശരിക്കും ആ സ്റ്റെപ്സിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് ദേ ക്യാൻ ബി മെഷറബിൾ ആൻഡ് ഓൾസോ ദേ ആർ ഇമ്മീഡിയറ്റ് ഗോൾസ് ദാറ്റ് ക്യാൻ ബി അറ്റൈൻഡ് ഈവൺ ഇൻ എ ക്ലാസ് റൂം. നമുക്കൊരു ക്ലാസ് റൂമിൽ 45 മിനിറ്റ്സിൻ്റെ ഒരു ക്ലാസ് റൂമിൽ തന്നെ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് നമുക്ക് കുട്ടികളിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. സോ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ദോസ് ആർ ഇമ്മീഡിയറ്റ് ഗോൾസ്. ഓക്കെ, so we will be discussing about the objectives of teaching English language. By the term objective, we mean purpose, goal, target, something aimed at or wished for. So ഒബ്ജക്റ്റീവ് എന്നതിലൂടെ നമുക്ക് ഈ ഒരു പേർപ്പസ് അല്ലെങ്കിൽ ഒരു ഗോൾ, ഇമ്മീഡിയറ്റ് ഗോളിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് യു മൈറ്റ് ഹാവ് ഹിയർഡ് അബൌട്ട് ബെഞ്ചമിൻ എസ് ബ്ലൂം, ഡോക്ടർ B.S. Bloom. He said that educational objectives are the desired goal or outcome at which instruction is aimed. സോ ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെ ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് വളരെയധികം ഫേമസ് ആണ്. സോ നിങ്ങളെല്ലാവരും അത് പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ഡിസയേർഡ് ഗോൾ ഓർ ഔട്ട്കം അറ്റ് വിച്ച് ഇൻസ്ട്രക്ഷൻ ഈസ് എയിംഡ്. അതായത് നമ്മൾ ഒരു ടീച്ചർ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കയറി ഒരു 45 മിനിറ്റ്സിൻ്റെ ക്ലാസ് പ്ലാൻ ചെയ്യുമ്പോൾ അതിലാദ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഈ 45 മിനിറ്റ്സിൻ്റെ ക്ലാസ്സിലൂടെ കുട്ടിയിൽ ഇന്ന ഔട്ട്കം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഈ ക്ലാസ്സിൻ്റെ ഡിസൈർഡ് ഗോൾ ഇതാണ്. ഓക്കെ, അതിനനുസരിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഹി മെൻറ്റ് ആസ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. So objectives means it have a purpose for very short time, whereas aim is achieved with a longer time. So വളരെ ഒരു ചെറിയ ടൈമിൽ, ഇപ്പോൾ 45 മിനിറ്റ്സിൻ്റെ ഒരു ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഇമ്മീഡിയറ്റ് ഗോൾസിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എന്നാൽ എയിം എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് അൾട്ടിമേറ്റ് ഗോളാണ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻറ്റ് ഗോളാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി അച്ചീവ് വിത്ത് എ ലോങ്ങർ ടൈം. ഒരു കൂടുതൽ ടൈം ഇൻ്റർവൽ എടുത്തുകൊണ്ടേ നമുക്ക് എയിം അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഒബ്ജക്റ്റീവ്സിലൂടെയാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ എയിംസിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഹാവ് 2 മെയിൻ ആസ്പെക്ട്സ്. സോ നമ്മളിവിടെ സിലബസിൽ എടുക്കുമ്പോൾ ഒബ്ജക്റ്റീവ്സ്, ടീച്ചിങ് ഇംഗ്ലീഷിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി 2 ആസ്പെക്ട്സിൽ അല്ലെങ്കിൽ 2 രീതിയിൽ നമുക്കതിനെ ചിന്തിക്കാം. ഒന്ന് ലാംഗ്വേജ് ആസ്പെക്ട് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ലിറ്ററേച്ചർ ആസ്പെക്ട്. ലാംഗ്വേജ് ആസ്പെക്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാംഗ്വേജ് ഇസ് എ സിസ്റ്റം. ഓക്കെ, സോ അവിടെ വരുമ്പോൾ നമുക്കറിയാം 4 ബേസിക് സ്കിൽസ്, LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. സോ ഈ ഒരു 4 ബേസിക് സ്കിൽസിൽ അതിന് ഡെവലപ്പ് ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് പറ്റാവുന്ന രീതിയിലുള്ള ഔട്ട്കം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലാംഗ്വേജ് ആസ്പെക്റ്റിൽ നോക്കിക്കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മറ്റൊരു വശമാണ് ലിറ്ററേച്ചർ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് അപ്രീസിയേഷൻ ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജിൻ്റെ അപ്രീസിയേഷനാണ് സെക്കൻഡ് വൺ വരുന്നത്, ലിറ്ററേച്ചർ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ചെറിയ ക്ലാസ്സിലെല്ലാം, എലിമെൻ്ററി ക്ലാസ്സസ് എന്നെല്ലാം പറയുമ്പോൾ അവിടെ ലാംഗ്വേജ് ആസ്പെക്റ്റിനെ മാത്രമേ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഹയർ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴാണ് ലിറ്ററേച്ചർ ആസ്പെക്റ്റ് കൂടുതലും നമ്മൾ കുട്ടിയിൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനനുസരിച്ച് ലിറ്ററേച്ചർ ആസ്പെക്റ്റിനനുസരിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി കാണുമ്പോൾ ലാംഗ്വേജ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് it is both understanding the language in both forms and also includes expression in both forms. അതായത് ലാംഗ്വേജ് ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ LSRW എന്ന സ്കിൽസിൽ കുട്ടിക്ക് അതിലുള്ള എൻറിച്ച്മെൻറ്റ് അല്ലെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ലാംഗ്വേജ് ആസ്പെക്റ്റിൽ സെറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ വരുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ദ ലാംഗ്വേജ് ഇൻ ബോത്ത് ഫോംസ്, അതായത് ഒബ്ജക്റ്റീവ്സ് അണ്ടർ ദിസ് ആസ്പെക്ട് ആർ കോൾഡ് കോംപ്രിഹെൻഷൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇൻക്ലൂഡ് ദ സ്കിൽസ് ഓഫ് ലിസണിങ് ആൻഡ് റീഡിങ്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുട്ടി ലാംഗ്വേജ് കേട്ടുകൊണ്ട്, ഇപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ആണ്, അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ലിസൺ ചെയ്ത് അല്ലെങ്കിൽ അത് വായിച്ച് റീഡിങ്, ഇതിലൂടെ ലിസണിങ്ങിലൂടെയും റീഡിങ്ങിലൂടെയും കുട്ടിക്ക് കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ലാംഗ്വേജ് ആസ്പെക്റ്റിൻ്റെ ഫസ്റ്റ് ടേം വരുന്നത്, അതായത് അണ്ടർസ്റ്റാൻഡിങ് ദ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ എക്സ്പ്രഷനാണ്. എക്സ്പ്രഷൻ ഇൻ ബോത്ത് ഫോംസ്. നമുക്കറിയാം ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യുന്നത് സംടൈംസ് ത്രൂ സ്പോക്കൺ ഫോംസ് ഓർ സംടൈംസ് ത്രൂ റിട്ടൺ ഫോംസ്. സോ കുട്ടിയിൽ തന്നെ ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് സംസാരിക്കാനും അതുപോലെ എഴുതി ഉപയോഗിക്കാനും എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ലാംഗ്വേജ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ആസ്പെക്ട് വരുന്നത്, സ്പോക്കൺ ആൻഡ് റിട്ടൺ ഫോം. ഒബ്ജക്റ്റീവ്സ് അണ്ടർ ദിസ് ആസ്പെക്ട് ആർ കോൾഡ് എക്സ്പ്രഷൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇൻക്ലൂഡ് ദ സ്കിൽ ഓഫ് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്.
സോ ഇവിടെ നമുക്ക് അറിയാം ഈ ഒരു LSRW എന്നുള്ള സ്കിൽസിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാണ് നമ്മൾ ലാംഗ്വേജ് ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ആസ് വി സെഡ് ദാറ്റ് ഇസ് എ ലിറ്ററേച്ചർ ആസ്പെക്ട്. ലിറ്ററേച്ചർ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ഹയർ ക്ലാസ്സിലേക്കാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ആസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത്. സോ ലിറ്ററേച്ചർ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഫോക്കസസ് ഓൺ ദ അപ്രിസിയേഷൻ ഓഫ് ലാംഗ്വേജ്, ലാംഗ്വേജിൻ്റെ അപ്രിസിയേഷൻ, അതിൻ്റെ സ്റ്റൈൽ, ദ യൂസ് ഓഫ് ലാംഗ്വേജ് സ്ട്രക്ചേഴ്സ്, ഇഡിയംസ്, എക്സ്പ്രഷൻസ്, പോയട്രി, ഡ്രാമ, ഷോർട്ട് സ്റ്റോറീസ് എക്സെട്ര. സോ ലാംഗ്വേജിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈൽ, അതിൽ വരുന്ന എക്സ്പ്രഷൻസ്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അതുപോലെ അതിനെ അപ്രിസിയേറ്റ് ചെയ്യുകയും ഓക്കെ അതിനെ ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യുന്നതെല്ലാം ഈ ഒരു ലിറ്ററേച്ചർ ആസ്പെക്റ്റിലാണ് വരുന്നത്. സോ ഇതിനനുസരിച്ച് ലാംഗ്വേജ് ആസ്പെക്ട് ആൻഡ് ലിറ്ററേച്ചർ ആസ്പെക്ട് ഇതിനനുസരിച്ച് ഏത് ക്ലാസ്സിലാണോ കുട്ടി പഠിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, and the following are the main objectives of teaching English at secondary level. So as we are more concerned with the secondary level teaching, here we have some objectives that are to be followed at the secondary level, and let us see which are the objectives. To develop knowledge and understanding of grammar. Okay, that is the first objective. കുട്ടിക്ക് ഗ്രാമറിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഐഡിയ, അതിനെക്കുറിച്ചിട്ടുള്ള അറിവുണ്ടായിരിക്കണം, മനസ്സിലാക്കണം, അണ്ടർസ്റ്റാൻഡിങ്. Okay, and the second one is to develop abilities to make use of grammar in own writing English. കുട്ടി സ്വയം എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത്, ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് എഴുതുന്ന സമയത്ത് അവിടെയും ഗ്രാമാറ്റിക്കൽ ഇഷ്യൂസ് ഒന്നും വരാത്ത രീതിയിൽ ഗ്രാമർ ശരിയായി ഉപയോഗിക്കാൻ കുട്ടിക്ക് സാധിക്കണം. അതാണ് രണ്ടാമത്തേതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്. ആൻഡ് ദ തേർഡ് വൺ ഇസ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ഇംഗ്ലീഷ് പാസേജ്. ഇംഗ്ലീഷ് പാസേജസ് വായിച്ച് അത് കറക്റ്റ് കോംപ്രിഹെൻഡ് ചെയ്യാൻ, അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം മനസ്സിലാക്കാൻ കുട്ടിക്ക് സാധിക്കണം. ടു ഡെവലപ്പ് ഇൻട്രസ്റ്റ് ഇൻ റീഡിങ് ഇംഗ്ലീഷ് പാസേജസ് ആൻഡ് ലിറ്ററേച്ചർ. സെക്കൻഡറി ലെവലിൽ എന്ന് പറയുമ്പോൾ അവിടെ മീനിങ്, കിട്ടിയ പാസേജിൻ്റെ മീനിങ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു എക്സ്ട്രാ റീഡിങ്, എക്സ്റ്റെൻസീവ് റീഡിങ്, അതിനുള്ളൊരു ഹാബിറ്റ് കുട്ടിയിൽ വളർത്തിയെടുക്കണം. അപ്പോൾ അതിനുള്ള ഒരു ഇൻട്രസ്റ്റ്, ഇംഗ്ലീഷ് പാസേജസ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു ലെവലിൽ, സെക്കൻഡറി ലെവലിൽ കുട്ടികളിൽ വേണ്ടുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ടു ഡെവലപ്പ് സെൽഫ് സ്റ്റഡി ഹാബിറ്റ്. തനിയെ തന്നെ കുട്ടിക്ക് ഇംഗ്ലീഷ് പാസേജസ് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കണം. അത്തരത്തിലുള്ളൊരു സെൽഫ് സ്റ്റഡി ഹാബിറ്റ് കുട്ടിയിൽ ഉണ്ടാക്കണം. ടു എൻഹാൻസ് കോമ്പിറ്റൻസീസ് ഇൻ റൈറ്റിംഗ് എസ്സേസ് ആൻഡ് ഗിസ്റ്റ് ഓഫ് പാസേജ് ഇൻ ഓൺ വേർഡ്സ് ഓർ ലാംഗ്വേജ്. അതുപോലെ കുട്ടി സ്വയം അവൻ്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയതും ന്യൂ വൊക്കാബുലറീസ് ഉപയോഗിച്ച് ശരിയായ സ്ട്രക്ചർ, ഫോം, സ്റ്റൈൽ ഇതെല്ലാം എടുത്തുകൊണ്ട് പുതിയ പാസേജസ് സ്വന്തം വേർഡ്സിൽ എഴുതാനുള്ള കഴിവ് ഉണ്ടാക്കണം. ടു ഡെവലപ്പ് ദെയർ ഇൻസൈറ്റ് ആൻഡ് ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിനോടുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അത് അവനിൽ ഡെവലപ്പ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് ഈസ് ടു ഡെവലപ്പ് ദ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് റൂൾസ് ഓഫ് ഗ്രാമർ ആൻഡ് ദ യൂസ് ഇൻ റൈറ്റിംഗ് ഇംഗ്ലീഷ്. സോ ആദ്യം മെൻഷൻ ചെയ്ത പോലെ ഗ്രാമർ കറക്റ്റ് മനസ്സിലാക്കി, അതിൻ്റെ റൂൾസ് മനസ്സിലാക്കി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചതുപോലെ ലാംഗ്വേജ് ലേണിംഗ് എന്നതിലൂടെ റൂൾസ് കുട്ടിയിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. കുട്ടിക്ക് ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജിൻ്റെ റൂൾസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ ആ റൂൾസ് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം മോണിറ്റർ ചെയ്യാൻ. ഓക്കെ, ആ മോണിറ്റർ ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്ന ലാംഗ്വേജ്, ഓക്കെ, സ്പോക്കൺ ആണെങ്കിലും റിട്ടൺ ആണെങ്കിലും എക്സ്പ്രസീവ് ലാംഗ്വേജിൽ വരുന്ന മിസ്റ്റേക്സ് ശരിക്കും മനസ്സിലാക്കാനും അതിനെ റെക്ടിഫൈ ചെയ്ത് ശരിയായ ലാംഗ്വേജ് യൂസ് ചെയ്യാനും കുട്ടിക്ക് സാധിക്കും. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് പറയുന്ന ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പീസ് ഓഫ് ലിറ്ററേച്ചർ, പ്രോസ് ആണോ അല്ലെങ്കിൽ പോം ആണോ, അതിനനുസരിച്ച് ചില ഒബ്ജക്റ്റീവ്സ് ഇതിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് that to be followed in teaching English at secondary level. Now we are going to see the principles of language teaching. So ഇപ്പോൾ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്. ഇനി നമ്മൾ കാണുന്നത് തത്വങ്ങളാണ്. ലാംഗ്വേജ് ടീച്ചിങ്ങിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില പ്രിൻസിപ്പിൾസ്. ഇവിടെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ കുട്ടിക്ക് ലാംഗ്വേജിലുള്ള കുട്ടിയിലെ ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമല്ല ഒരു ടീച്ചർ മനസ്സിൽ വെക്കുന്നത്. ലിംഗ്വിസ്റ്റിക് പ്രിൻസിപ്പിൾസ് മാത്രമല്ല, കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച്, കുട്ടിയുടെ മാനസികമായിട്ടുള്ള കഴിവിനനുസരിച്ച്, അതിനെല്ലാം അനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും കുട്ടിയിലേക്ക് പറഞ്ഞു കൊടുക്കാൻ. സോ വി ഹാവ് ടു ഫോളോ ദ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ്, ലിംഗ്വിസ്റ്റിക് ആൻഡ് പെഡഗോജിക്കൽ പ്രിൻസിപ്പിൾസ് ഓൾസോ. സോ ലിംഗ്വിസ്റ്റിക് പ്രിൻസിപ്പിൾസ് മാത്രം പോരാ ലാംഗ്വേജ് ടീച്ചിങ്ങിന്, അവിടെയും സൈക്കോളജിക്കൽ ആൻഡ് പെഡഗോജിക്കൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രിൻസിപ്പിൾസ് ഇതിനു വേണ്ടി സെറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ് us see what are the principles of language teaching. First comes principle of habit formation. നമുക്കറിയാം ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ഹാബിറ്റ് ഫോർമേഷനിലൂടെയാണ്, അല്ലെങ്കിൽ ഓരോ ദിവസവും ഉപയോഗിക്കുന്നതിലൂടെയാണ് നമുക്ക് അതൊരു ഹാബിറ്റായിട്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്കൊരു പ്രാക്ടീസ് കിട്ടുന്നതിനനുസരിച്ച്, കൂടുതൽ അതിൽ
പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ലാംഗ്വേജ് നമ്മളുടെ ഒരു ഹാബിറ്റായിട്ട് മാറും, അല്ലെങ്കിൽ അത് നമുക്ക് വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. സോ അത് തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹാബിറ്റ് ഫോർമേഷൻ എന്നുള്ളതിൽ പറയുന്നത്. ലാംഗ്വേജ് ടീച്ചിങ് ഈസ് ആൻ ആർട്ട് ലൈക്ക് അതർ ആർട്സ്. It needs sustained practice and drill. So great stress should be laid on practice instead of cramming exercise. So ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ അവിടെ പ്രാക്ടീസിനും ഡ്രില്ലിങ്ങിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കറിയാം ചെറിയ മക്കൾക്ക് എപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് സെക്കൻഡ് ലാംഗ്വേജ് എടുക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഡ്രില്ലിങ് എക്സസൈസസ് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ APPLE ആപ്പിൾ എന്നുള്ളത് അവർ ഒരുപാട് പ്രാവശ്യം അത് ഡ്രിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഓറൽ ഡ്രില്ലിംഗ് നടത്തുന്നുണ്ടാവും. സോ ആ ഒരു ഓറൽ ഡ്രില്ലിങ്ങിലൂടെ അതൊരു ഹാബിറ്റ് ഫോർമേഷനിലാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. സോ വി ഷുഡ് എംഫസിസ് ഓൺ പ്രാക്ടീസ്. ഓക്കെ, വി ഷുഡ് ഗീവ് മോർ പ്രാക്ടീസ് ടു ദ സ്റ്റുഡൻസ് ഇൻസ്റ്റെഡ് ഓഫ് ക്രാമിങ് എക്സസൈസസ് കൊടുക്കുന്നതിലും കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. സോ അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് ആക്ച്വലി ഹാബിറ്റ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ. അറ്റ് ഫസ്റ്റ് ദേ റെക്കഗ്നൈസ്, then tries to imitate, then repetition, then variation and selection. സോ അവിടെ ഇപ്പോൾ ഒരു പിക്ചർ നമ്മൾ കാണിച്ച്, ആപ്പിളിൻ്റെ ഒരു പിക്ചർ കാണിച്ച് അത് കുട്ടിക്ക് ഇത് ആപ്പിൾ എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഹി റെക്കഗ്നൈസ്, ദെൻ നമ്മൾ പറയുന്ന ആ പ്രൊനൗൺസിയേഷൻ കുട്ടി അത് നന്നായി ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിനനുസരിച്ച് കുട്ടി റിപ്പീറ്റ് ചെയ്യും. അതിൽ ചിലപ്പോൾ ആ റിപ്പറ്റീഷൻ നടത്തുന്ന സമയത്ത് ചെറിയതായിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടായിരിക്കാം. അതിൽ കറക്റ്റായത് മനസ്സിലാക്കി ഏത് രീതിയിലാണോ ശരിയായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ വരുന്നത് അതിനെ കുട്ടി സെലക്ട് ചെയ്യുന്നു. സോ ഈ രീതിയിലാണ് ഹാബിറ്റ് ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, നൗ കംസ് ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻട്രസ്റ്റ്. നമുക്കറിയാം ഏതൊരു സംഗതി നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിലും ഏറ്റവും ഫസ്റ്റ് വേണ്ടത് ഇൻട്രസ്റ്റ് ആണ്, ഫ്രം ദ പാർട്ട് ഓഫ് ദ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് അവൻ്റേതായിട്ടുള്ള ഒരു ഇഷ്ടത്തോടു കൂടിയും ഒരു ഇൻട്രസ്റ്റോട് കൂടിയാണ്, അഭിരുചിയോട് കൂടിയാണ് കുട്ടി പഠിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ പഠനം നല്ല രീതിയിൽ തന്നെ നടക്കും. അപ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഒരു ഫോറിൻ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് ആ ഒരു ഭാഷ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം എന്ന് തന്നെയാണ് ടീച്ചർ ചെയ്യേണ്ട ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. So in the learning of English as a foreign language, the principle of interest is to be kept in mind by the teacher because the children do not have an innate interest in learning of this language. ഓക്കെ, മാതൃഭാഷ ഉപയോഗിക്കാൻ കുട്ടി സ്വയം അവന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം അവൻ്റെ വീട്ടിലുള്ളവരും അവൻ്റെ ചുറ്റുപാടുള്ളവരെല്ലാവരും ആ ഒരു മദർ ടങ് യൂസ് ചെയ്യുന്നതായിട്ട് അവന് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻറ്റേർണൽ മോട്ടിവേഷൻ കുട്ടിയിൽ സ്വയം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് എന്നുള്ള ഈ ഒരു ഫോറിൻ ലാംഗ്വേജ് വളരെ കുറച്ച് പേര് മാത്രമേ ഉപയോഗിക്കുന്നതായിട്ട് അവൻ കാണുന്നുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് സ്വയം അത് പഠിച്ചെടുക്കാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് കുട്ടിയിൽ ഉണ്ടായില്ല എന്ന് വരും. സോ അത്തരം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ടീച്ചർ ചെയ്യേണ്ടത്. So English period creates a sort of awe and terror in their hearts which is actually reduced by unsympathetic teachers. നമുക്കറിയാം ഒരു ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ റോളിനനുസരിച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചർ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ തെറ്റുകളെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു ടീച്ചറാണെങ്കിൽ അവിടെ കുട്ടികൾക്കൊരു ടെറർ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. കുട്ടി ആ ഒരു ഭീതിയിൽ അല്ലെങ്കിൽ പേടിയിൽ പുതിയ ഭാഷ ഉപയോഗിക്കാൻ വളരെയധികം കഠിനമായിട്ട് ശ്രമിക്കേണ്ടി വരും, അല്ലെങ്കിൽ കുട്ടി അധികം ചിലപ്പോൾ ഉപയോഗിച്ചില്ല എന്ന് തന്നെ വരും. സോ ദ ടീച്ചർ ഹു ക്രിയേറ്റ്സ് ഇൻട്രസ്റ്റ് among his pupils not only wins over his own difficulties, people may come together and work in harmony with full enthusiasm. സോ ഒരു ഇംഗ്ലീഷ് ടീച്ചർ എന്നുള്ള രീതിയിൽ കുട്ടികളിൽ ഈ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടി അവൻ്റെ ഡിഫിക്കൽട്ടീസിനെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മറികടന്ന് മുന്നിലേക്ക് വരാനും കുട്ടികൾ ഒരുമിച്ച് നിന്ന് ഓക്കെ ദ വർക്ക് ഇൻ ഹാർമണി ആൻഡ് വിത്ത് ഫുൾ എൻതൂസിയാസം വളരെ സന്തോഷത്തോടു കൂടിയും അവർ ഈ ഒരു പുതിയ ഭാഷ പഠിക്കാൻ തുടങ്ങുന്നതായിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് കംസ് പ്രിൻസിപ്പിൾ ഓഫ് കോൺക്രീറ്റ്നെസ്. So it is a psychological fact that children learn more effectively when they can see and handle objects. A child picks up knowledge through various senses, where one sense reinforces the other. It enables a child to understand the vague and abstract parts of the knowledge. In this way, audiovisual aids are the greatest modern aids of teaching because they show a concrete thing first and the abstract thing can follow afterwards with ease. നമുക്കറിയാം ചെറിയ കുട്ടികൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് വി ഹാവ് ടു ഫോളോ ദ പ്രിൻസിപ്പിൾ ഓഫ് കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ് എന്നുള്ളതാണ്. അതായത് മൂർത്തമായിട്ടുള്ള കാര്യങ്ങളെ കുട്ടിക്ക് കണ്ടും അതുപോലെ ടച്ച് ചെയ്തും തൊട്ടും പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർ സങ്കല്പിച്ചു കൊണ്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ അവർക്ക് മുന്നിൽ കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഒരു കുട്ടി പഠിക്കുന്ന സമയത്ത് അവൻ്റെ എല്ലാ സെൻസസ് യൂസ് ചെയ്തുകൊണ്ട് ഐസ് യൂസ്,
നോസ്, ടങ്, സ്കിൻ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ പഠനം നടക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് ഒരു കാര്യം കാണാനും അതിനെ തൊട്ടും അതിനെ അനുഭവിച്ചും പഠിക്കാൻ ഉള്ള ഒരു വേദി ഉണ്ടെങ്കിൽ അവിടെ പഠനം വളരെ സുഖമായിട്ട് നടക്കുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുട്ടിക്ക് നമ്മൾ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് ആ വേർഡ്സ് അല്ലെങ്കിൽ അത്ര ന്യൂ വൊക്കാബുലറിയാണ് ആദ്യം കുട്ടികളിൽ പഠിപ്പിക്കുന്നത്. അതിനുശേഷം മാത്രമേ എബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതായത് കുട്ടികൾ സങ്കല്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അത്തരം വേർഡ്സ് അവരുടെ മുന്നിലേക്ക് നമ്മൾ ഒരുക്കാൻ പാടുള്ളൂ. സോ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നറിയാം ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കാനുള്ളൊരു സ്കോപ്പ് നമുക്കുണ്ട്. സോ നമുക്ക് ഏത് രീതിയിലുള്ള ഒബ്ജക്ട്സ് ആണെങ്കിലും നമുക്ക് നേരിട്ട് ക്ലാസ് മുറിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത കാര്യങ്ങളെയും നമുക്ക് ഇമേജ് രൂപേണ അല്ലെങ്കിൽ വീഡിയോസ് രൂപേണ നമുക്ക് ഈ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൻ്റെ സഹായത്തോടു കൂടി കുട്ടിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാവുന്നതാണ്. സോ അത്തരം ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആദ്യം ഉപയോഗിച്ചുള്ള പഠനം നടത്തിയതിനു ശേഷം മാത്രമേ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള അവരുടെ പഠനം നമ്മൾ കൊണ്ടുപോകാവൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ വിത്ത് പ്രിൻസിപ്പിൾ ഓഫ് കോൺക്രീറ്റ്നെസ്. And next comes principle of accuracy and correctness. This principle leads to correct pronunciation, intonation, spelling, structures, and accurate or exact logical expression of words having similar sounds with their different order. സോ ഇവിടെ അക്യൂറസി ആൻഡ് കറക്റ്റ്നെസ് എന്ന് പറയുമ്പോൾ ചെറിയ പ്രായം മുതൽക്ക് കുട്ടിക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുന്ന സമയത്തും അത് അക്യൂറേറ്റ് ആയിട്ടും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ വേണം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ. കാരണം ഇവിടെ കുട്ടിയുടെ പ്രൊനൗൺസിയേഷൻ, അതുപോലെ ഓരോ കാര്യത്തിൻ്റെയും സ്പെല്ലിംഗ്, അതിൻ്റെ സ്ട്രക്ചർ, ഓക്കെ, അതിൻ്റെ ഇൻറ്റോണേഷൻ, അതിൻ്റെ എക്സ്പ്രഷൻ, ഇതെല്ലാം ശരിയായ രീതിയിൽ കുട്ടി മനസ്സിലാക്കിയാൽ മാത്രമേ കുട്ടിക്കത് ശരിയായി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഇസ്, ഷ് ആൻഡ് സ്. ഈ 3 സൗണ്ട്സിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ദേ മേ ഫോം എ റെഗുലർ പാർട്ട് ഓഫ് പ്രാക്ടീസ്. സോ ഇത്തരം സൗണ്ട്സ് സിമിലർ ആയിട്ട് നമുക്ക് തോന്നും, എന്നാൽ ആക്ച്വലി ഡിഫറെൻ്റ് ആണ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് തോന്നുന്ന ചില വേർഡ്സ് അല്ലെങ്കിൽ ഇത്തരം സൗണ്ട്സ്, അവിടെ കൂടുതൽ പ്രാക്ടീസ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. സോ അക്യൂറസി ആൻഡ് കറക്റ്റ്നെസ് ഇസ് എ പ്രിൻസിപ്പിൾ വിച്ച് മസ്റ്റ് ബി ഫോളോഡ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സെലക്ഷൻ ആൻഡ് ഗ്രഡേഷൻ. സോ ഇവിടെ ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചും ഈ ഒരു സെലക്ഷൻ ആൻഡ് ഗ്രഡേഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. ആക്ച്വലി സെലക്ഷൻ ആൻഡ് ഗ്രഡേഷൻ എന്ന് പറയുമ്പോൾ the teacher has to select material for his teaching. It means putting language items in order of presentation. It involves grouping and sequencing. ഈ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് ഓരോ പ്രായത്തിലുള്ള കുട്ടിക്കും നമ്മൾ കൊടുക്കുന്ന വേർഡ്സ്, അവരുടെ മുന്നിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ വൊക്കാബുലറി അല്ലെങ്കിൽ ഓരോ വേർഡ്സ് എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ സെലക്ഷൻ ആൻഡ് ഗ്രഡേഷൻ നടത്തിയതായിരിക്കണം. അതായത് ഒരു സ്പൈറൽ കരിക്കുലത്തിൽ ഏത് രീതിയിലാണോ, ഒരു ചാക്രിക രീതിയിൽ വളരെ സിമ്പിൾ ആയതിൽ നിന്നുമാണ് പിന്നീട് അതിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നത് സ്പൈറൽ കരിക്കുലം. അതേ രീതിയിൽ തന്നെ വേർഡ്സ് ഉപയോഗിക്കുന്ന സമയത്തും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്തും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വേണം നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയതിൽ നിന്നും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്കും വേർഡ്സിലേക്കും നമ്മൾ മൂവ് ചെയ്യേണ്ടത്. സോ അതാണ് ഇവിടെ സെലക്ഷൻ ആൻഡ് ഗ്രഡേഷൻ എന്നുള്ളതിൽ വരുന്നത്. ഇവിടെ ആക്ച്വലി ഗ്രൂപ്പിംഗ് ആൻഡ് സീക്വൻസിങ് എന്നുള്ള 2 പ്രക്രിയകളാണ് ഈ ഒരു സെലക്ഷൻ ആൻഡ് ഗ്രഡേഷനിൽ വരുന്നത്. ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ ക്ലാസ്സിനും അനുയോജ്യമായിട്ടുള്ള വേർഡ്സ് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് ആ ഒരു വേർഡ്സ് വേണം നമുക്ക് 5ാം ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ്സ് ആയിരിക്കില്ല നമ്മൾ 1ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഉപയോഗിക്കുന്നത്. സോ അതുപോലെ 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കില്ല 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഉപയോഗിക്കുന്നത്. സോ അവിടെ ഗ്രൂപ്പിംഗ് നടക്കേണ്ടതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സീക്വൻസിങ് നടക്കണം. ഇവിടെ പഠിച്ചതിൻ്റെ ഒരു ഫോളോ അപ്പ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഒരു പടി വേണം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്. 5ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ അടുത്ത പടിയാണ് നമ്മൾ 6ാം ക്ലാസ്സിലേക്ക്. പിന്നീട് അതിൻ്റെ കുറച്ചുകൂടിയും അതിൻ്റെ മുകളിൽ തന്നെ അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചാണ് 6th സ്റ്റാൻഡേർഡിലേക്ക് പോകുമ്പോൾ. അതിനനുസരിച്ച് ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഈ ഒരു കണക്ഷൻ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. സോ അത് തന്നെയാണ് ഇവിടെ ഗ്രൂപ്പിംഗ് ആൻഡ് സീക്വൻസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാംഗ്വേജ് എന്ന് പറയുന്നത് ദാറ്റ്സ് എ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഫോണറ്റിക്, ലെക്സിക്കൽ, ഗ്രമാറ്റിക്കൽ, സെമാൻറ്റിക് ഒരുപാട് കമ്പണൻസ് കൂടിയതാണ് ലാംഗ്വേജ്. ഓക്കെ, വേർഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഫോണറ്റിക് എലമെൻറ്റ്സ്, ലെക്സിക്കൽ, ഗ്രമാറ്റിക്കൽ, സെമാൻറ്റിക്. സോ അതിനെ എല്ലാത്തിനെയും കറക്റ്റായി നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടതാണ്. കുട്ടിയുടെ ഏജ് ഗ്രൂപ്പിനനുസരിച്ചും കുട്ടിയുടെ മെൻ്റൽ ഏജ്, ഓക്കെ, അവൻ്റെ മെൻ്റൽ ഏജിനും ക്രോണോളജിക്കൽ ഏജിനും അനുസരിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് വേണം നടക്കേണ്ടത്. സോ അറ്റ് ഫസ്റ്റ് വി ഷുഡ് ഗ്രൂപ്പ് ദ സിസ്റ്റം ഓഫ് ലാംഗ്വേജ്, ദെൻ ദ സ്ട്രക്ചേഴ്സ്, how the selected items fit into each other.
ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ ലാംഗ്വേജ് സിസ്റ്റം അതിലെ സ്ട്രക്ചേഴ്സ് എങ്ങനെ വേണം എന്നുള്ളത് പിന്നീട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. And the sounds into words, words into phrases, phrases into sentence and sentence into context. So ഇവിടെ ഓരോ സൗണ്ട്സ് സെലക്ട് ചെയ്യുമ്പോഴും വേർഡ്സ് സെലക്ട് ചെയ്യുമ്പോഴും വേർഡ്സിനെ ഫ്രേസ് ആക്കുമ്പോഴും ഫ്രേസിനെ സെൻറ്റൻസ് ആക്കുമ്പോഴും സെൻറ്റൻസിനെ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുമ്പോഴും ഈ ഒരു ഗ്രൂപ്പിംഗ് പ്രോസസ്സിലൂടെ തന്നെ വേണം പോകേണ്ടത്. ആൻഡ് ദ നെക്സ്റ്റ് കംസ് സീക്വൻസിങ്. സീക്വൻസിങ് മീൻസ് ഗ്രേഡിങ് ഓർ വാട്ട് കംസ് ആഫ്റ്റർ വാട്ട്. ഒരു ക്ലാസ്സിൽ പഠിച്ചതിന് ശേഷം പിന്നീട് വരേണ്ടത് എന്ത്, ആ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ സീക്വൻസിങ് എന്ന് പറയുന്നത്. There should be sequence in arrangements of sounds, words, phrases and meanings. This principle involves further steps. So sequencing എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫ്രീക്വൻസി, ദ നമ്പർ ഓഫ് ടൈംസ് എ പെർട്ടിക്കുലർ സ്ട്രക്ചർ ഈസ് നോർമലി യൂസ്ഡ്. ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ നമുക്ക് ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ അറിയാം, SVO സ്ട്രക്ചറാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ഏതാണോ അത് ഏറ്റവും ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുന്നതാണ്. സോ അത്തരം ഫ്രീക്വൻസി നോക്കണം. ദെൻ ടീച്ചബിലിറ്റി, സ്ട്രക്ചേഴ്സ് വിച്ച് ആർ ഈസി ഫ്രം ടീച്ചിങ് പോയിന്റ് ഓഫ് വ്യൂ. ചെറിയ ക്ലാസ്സിലേക്ക് നമ്മൾ എടുക്കുന്ന സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ടീച്ചർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രക്ചേഴ്സാണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്യുന്നത്. Okay, and the next one is applicability. In how many contexts particular structure is applicable or how far it is productive. ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ സ്ട്രക്ചർ എടുക്കുന്ന സമയത്ത് ആ സ്ട്രക്ചർ ഏതൊക്കെ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അത്തരം സ്ട്രക്ചറിനെ വേണം നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം വേണം നെക്സ്റ്റ് ഒരു വളരെ കുറവ് യൂസ് വരുന്ന സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ അവസാനത്തിലേക്ക് മാറ്റിവെക്കുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് കംസ് കവറേജ്. ഹൗ മെനി ഡിഫറെൻറ്റ് മീനിങ് ആൻ ഐറ്റം ക്യാൻ കൺവേ. ഒരുപാട് മീനിങ് കൺവേ ചെയ്യാൻ പറ്റുന്ന ചില വേർഡ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചില വേർഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് തന്നെ അതിനെ സീക്വൻസ് ചെയ്ത് വെക്കുന്നതാണ്, അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ലേണബിലിറ്റി. ഹൗ ഈസി ടു ലേൺ. കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന വേർഡ്സ്, അത്തരം സ്ട്രക്ചേഴ്സ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രേസസ്, ഇഡിയം, സ്ട്രക്ചേഴ്സ്, അത്തരം സ്ട്രക്ചേഴ്സ് നമ്മൾ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് വേണം അവിടെ സീക്വൻസിങ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ steps that are involved in grouping and sequencing. Okay, and next comes principle of motivation. നമ്മൾ കഴിഞ്ഞ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞു, പ്രിൻസിപ്പിൾ ഓഫ് ഇൻട്രസ്റ്റ്. കുട്ടിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ടീച്ചർ അവിടെ ചെയ്യേണ്ട കാര്യം വി ഷുഡ് മോട്ടിവേറ്റ് ദം. So motivation is a super highway to learning. Learning English is a painful process and gives considerable mental strain to the learner. Teachers should try his best to reduce the strain by making use of pictures, models and objects in the classroom. നമുക്കറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജ് ആണ്. വളരെ കുറച്ച് മാത്രം കുട്ടികൾ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന, മറ്റുള്ളവർ യൂസ് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, സെക്കൻഡ് ലാംഗ്വേജ്. സോ അതിൻ്റെ ഒരു ലാംഗ്വേജ് റിച്ച് അറ്റ്മോസ്ഫിയർ കുട്ടിക്ക് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പലർക്കും ഈ ഒരു ലാംഗ്വേജ് പഠിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. സോ ആ ഒരു മെൻ്റൽ സ്ട്രെയിൻ മാറ്റാൻ വേണ്ടി, ഇംഗ്ലീഷിലേക്ക് കൂടുതൽ കുട്ടിയുടെ ഇൻട്രസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി പിക്ചേഴ്സ്, മോഡൽസ്, അതുപോലെ ആ രീതിയിലുള്ള ഒബ്ജക്ട്സ് എല്ലാം ഉപയോഗിച്ച് വേണം നമ്മൾ ക്ലാസ്സിൽ ഈ ഒരു ലാംഗ്വേജ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സോ അതിന് പറ്റാവുന്ന ഏറ്റവും നല്ല ഒരു വേ എന്ന് പറയുന്നത് പ്ലേ വേ മെത്തേഡ്. പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സിൽ, എലിമെൻ്ററി ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ അവിടെ ഇതുപോലൊരു ഫോറിൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ് മുറി, അത് കുട്ടികൾക്ക് വളരെ പേടി ഉണ്ടാക്കുന്ന ഒരു ക്ലാസ് മുറി ആയിരിക്കും. സോ അവിടെ ഒരു പ്ലേ വേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, കളി രീതിയിലൂടെ ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടിയിൽ ആ ഒരു ഡൾനെസ് അല്ലെങ്കിൽ ആ ഒരു പേടിയെല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഓൾസോ കോറിലേഷൻ ബിറ്റ്വീൻ ലെസൺസ് മസ്റ്റ് ബി നെസസറി. ഒരു ലെസണുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരേ തീംസിൽ വരുന്ന ലെസൺസ് അല്ലെങ്കിൽ ഒരു ലെസണിൻ്റെ തന്നെ തുടർച്ചയായി വരുന്ന രീതിയിൽ അത്തരം കോറിലേഷൻ തമ്മിൽ ബന്ധപ്പെടുത്തി വേണം നമ്മൾ കുട്ടികളുടെ മുന്നിൽ ഓരോ കോൺസെപ്റ്റ്സും അവിടെ കാഴ്ചവെക്കേണ്ടത്. ആൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ചാപ്റ്റർ ഷുഡ് ബി അബ്രപ്റ്റിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. അതുപോലെ ഒരു കുട്ടിയുടെ ഇൻട്രസ്റ്റ് ഏറ്റവും ഫസ്റ്റ് വേണ്ടത് ഇൻട്രൊഡക്ഷൻ പാർട്ടിലാണ്. ഒരു ചാപ്റ്റർ തുടക്കത്തിൽ തന്നെ അത് കേൾക്കണം, അത് മനസ്സിലാക്കണം എന്നുള്ളൊരു തോന്നൽ കുട്ടിക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ ഒരു സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ, ടീച്ചറിൻ്റെ സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ വളരെ നല്ലതായിരിക്കണം. സോ ഇൻട്രൊഡക്ഷൻ, ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നല്ല ഇൻട്രസ്റ്റോട് കൂടി ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള പാർട്ടിൽ കുട്ടി ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി തന്നെ ബാക്കി പാട്ടും കേൾക്കുകയുള്ളൂ. Okay, and the inspiration should lead the learner to learn more and more with the zeal of an integral urge. So അത്തരം ഒരു ഇൻസ്പിരേഷൻ, കുട്ടിയിൽ ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ കൂടുതൽ വായിക്കാനും കൂടുതൽ കേൾക്കാനും കൂടുതൽ പഠിക്കാനും, അന്യഭാഷയാണെങ്കിൽ പോലും അത് വായിക്കാനുള്ളൊരു താല്പര്യം കുട്ടിയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് കംസ് പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷൻ.
We know language is a system, it's an organic whole. Just as a system of our body is composed of the senses of hearing, seeing, heart, lungs, brain, etc., so is a system of language composed of sounds, words and structures. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പാർട്സ് ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള വർക്കിങ്ങിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. സോ അതേ രീതിയിൽ തന്നെ ഭാഷ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും ആ ഭാഷയുടെ എല്ലാ സിസ്റ്റംസ് അതിനെ ഒരു സിസ്റ്റമായി കണ്ടുകൊണ്ട് അതിലെ കമ്പണൻസ് എല്ലാം ശരിയായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. So body work when all organ of the body are in proper condition. So an English teacher is expected to devote due time to each of the 4 aspects of language study, that is LSRW. So ഇവിടെ ഇംഗ്ലീഷ് ടീച്ചർ ചെയ്യേണ്ടത് ഒരു ക്ലാസ് മുറി 45 മിനിറ്റിൻ്റെ ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ സ്കിൽസിനെയും ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് ഇതിനെല്ലാം ഒരേ രീതിയിലുള്ള വെയിറ്റേജ് കൊടുത്തുകൊണ്ടുള്ള ആക്ടിവിറ്റീസ് കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ ഒരു കറക്റ്റ് പ്രൊപ്പോർഷൻ നടക്കുകയുള്ളൂ, ശരിയായ പഠനം നടക്കുകയുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ പ്രോസസ്സ്. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വിസിഷൻ്റെ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭാഷ ശരിക്കും ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നത് അതൊരു നാച്ചുറൽ വേ അല്ലെങ്കിൽ നാച്ചുറൽ പ്രോസസ്സിലൂടെ നടക്കുമ്പോഴാണ്. മദർ ടങ് ഇസ് എക്വയർഡ് ബൈ ദ ചിൽഡ്രൻ ത്രൂ എ നാച്ചുറൽ പ്രോസസ്സ്. ഒരു നാച്ചുറൽ പ്രോസസ്സിലൂടെയാണ് നമ്മൾ മാതൃഭാഷ സ്വായത്തമാക്കിയത്. സോ അതേ രീതിയിൽ തന്നെ ഒരു നാച്ചുറൽ പ്രോസസ്സിലൂടെ ഇംഗ്ലീഷ് സ്വായത്തമാക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. സോ അവിടെ ടീച്ചേഴ്സ് ഫോളോ ചെയ്യേണ്ട ചില സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ഡ്യൂ അറ്റൻഷൻ ഷുഡ് ബി പെയ്ഡ് ടു പ്രൊനൗൺസിയേഷൻ ആൻഡ് ആക്സെൻറ്റ്. നമ്മൾ പറയുന്ന ഓരോ വേർഡ്സും നമ്മൾ ആകുന്ന റോൾ മോഡൽസ് കുട്ടികൾക്ക് നൽകുന്ന ഓരോ വേർഡ്സ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, ആക്സെൻറ്റ് അതെല്ലാം കറക്റ്റാണ് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ആൻഡ് ഫോർമേഷൻ ഓഫ് സ്പീച്ച് ഹാബിറ്റ് നിരന്തരം ഉപയോഗിക്കാൻ, ഇപ്പോൾ ഇന്ന് പഠിച്ച വേർഡ്സ് നാളെ ഉപയോഗിക്കാനും പിന്നെ വീണ്ടും അത് ഉപയോഗിക്കാനുള്ളൊരു ചാൻസ് കുട്ടിയിലുണ്ടാകണം. അത്തരം ഉപയോഗത്തിലൂടെ അല്ലെങ്കിൽ റെഗുലർ പ്രാക്ടീസിലൂടെ മാത്രമേ അതിനെ ഒരു ഹാബിറ്റ് ഫോർമേഷനാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ലൗഡ് റീഡിംഗ് മേ ബി എംഫസൈസ്ഡ് ആൻഡ് സൈലൻറ്റ് റീഡിംഗ്. സൈലൻറ്റ് റീഡിങ്ങിലും കൂടുതലായിട്ട് ചെറിയ കുട്ടികളിൽ പ്രത്യേകിച്ച് നമ്മൾ ലൗഡ് റീഡിങ്ങിന് വേണം കൂടുതൽ വേദി ഒരുക്കേണ്ടത്. കാരണം ലൗഡ് റീഡിംഗ് നടക്കുമ്പോൾ മാത്രമേ ഓരോ വേർഡ്സും എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം, ഏത് ടോണാണ് വരുന്നത്, അതിൻ്റെ ഇൻറ്റോണേഷൻ അതെല്ലാം കുട്ടി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് നോളജ് ഓഫ് വേർഡ്സ് റിലേറ്റഡ് ടു ഡെയിലി ലൈഫ് ഷുഡ് ബി ഗിവൺ. കുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കുട്ടിക്ക് ജീവിതത്തിൽ കൂടുതൽ ഉപയോഗിക്കാവുന്ന വേർഡ്സ് ആയിരിക്കണം കൂടുതൽ നമ്മൾ ആദ്യം ക്ലാസ് മുറിക്കുള്ളിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. ആൻഡ് റൈറ്റിംഗ് സ്കിൽ ഷുഡ് ബി ഡെവലപ്പ്. സോ അതിനുശേഷം പിന്നീട് കുട്ടിയിൽ ആ ഒരു എഴുത്തിനുള്ള ചാൻസ് കൂടി നമ്മൾ നൽകേണ്ടതാണ്. So that's all with principle of natural selection or natural process. Next is principle of linking with life. The process of language teaching should not be cut off from life. It should be a part and parcel of actual life and connected with the ways of its living. There is not much difference between the vocabulary used by the pupils in the school and outside the school. English speaking is status symbols. It creates inspiration among students and they frequently use it in their life situation. So, ഇവിടെ ലിങ്കിങ് വിത്ത് ലൈഫ്, ഒരു കുട്ടി ഒരു ഭാഷ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ. സോ ലൈഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ലൈഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി കുട്ടിക്ക് മുന്നിൽ ഒരുക്കി കൊടുക്കുമ്പോൾ കുട്ടി വളരെ ഇൻട്രസ്റ്റോട് കൂടി തന്നെ ഈ ഒരു ഭാഷ ഉപയോഗിച്ച് തുടങ്ങുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് കംസ് പ്രിൻസിപ്പിൾ ഓഫ് പേർപ്പസ്. People may learn second or third language for different purpose, example commercial, social, scientific, academic, etc. If the purpose is decided in the beginning, it becomes easier to design a course suitable for that purpose. But in India, passing the examination with good marks is the main purpose of a teacher as well as a student. But in this process, many basic components are left and half knowledge is provided. So purpose should be decided at an early stage. So ഇത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. EGP അതുപോലെ ESP എന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. EGP എന്നത് ഇംഗ്ലീഷ് ഫോർ ജനറൽ പർപ്പസ് ആൻഡ് ESP ഈസ് ഇംഗ്ലീഷ് ഫോർ സ്പെസിഫിക് പർപ്പസ്. സോ ഇവിടെ ഈ 2 ടൈപ്സ് ഓഫ് ട്രെയിനിങ് ആണ്. ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ജനറൽ പർപ്പസ് അതുപോലെ സ്പെസിഫിക് പർപ്പസ്. ഇപ്പോൾ സ്പെസിഫിക് പർപ്പസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഒരു പ്രത്യേകം കൂട്ടർക്ക്, ഫോർ എക്സാമ്പിൾ ഡോക്ടേഴ്സ്, ഓക്കെ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഏജൻറ്റ്സ്, അതുപോലെ ടെക്നിക്കൽ എക്സ്പേർട്സ്. സോ അങ്ങനെ ഓരോ ഏരിയയിൽ കൺസേൺഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വേർഡ്സ് മാത്രമേ ആ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ അതാണ് ഇംഗ്ലീഷ് ഫോർ സ്പെസിഫിക് പർപ്പസ് എന്ന് പറയുന്നത്. സോ അവിടെ ഗോൾ ഓൾറെഡി ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു ടെക്നിക്കൽ എക്സ്പേർട്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇന്ന വേർഡ്സ് എല്ലാം ഇന്ന രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് അതേ രീതിയിലായിരിക്കും ആ ഒരു കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ ഇവിടെയും നമുക്ക് ഇത്തരം ഒരു പേർപ്പസ് ഡിസൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ഒരു പേർപ്പസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ചിട്ടുള്ള കൂടുതൽ വൊക്കാബുലറി കുട്ടിയിൽ എൻട്രി ചെയ്യാൻ കുട്ടിക്ക് തന്നെ സാധിക്കുകയുള്ളൂ.
And the next comes the principle of communicative approach. It means that the pupil should be involved in oral and written communication throughout the whole course of learning English. സോ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ അവിടെ ഓറൽ കമ്മ്യൂണിക്കേഷന് മാത്രമോ അല്ലെങ്കിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷന് മാത്രമോ അല്ല, ഇതിന് രണ്ടിനും രണ്ട് രീതിയിലും സ്പോക്കൺ ആൻഡ് റിട്ടൺ ലാംഗ്വേജ് ഇത് രണ്ടും എക്സ്പ്രസ് ചെയ്യാനുള്ള മാക്സിമം ചാൻസ് നമ്മൾ കൊടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ കുട്ടിക്ക് ഭാഷ സ്വായത്തമാക്കിയതിന് ശേഷം ഈ രണ്ട് രീതിയിലും അവൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളും അവൻ്റേതായിട്ടുള്ള പുതിയ കോൺസെപ്റ്റ്സും അവൻ ഈ ഒരു പുതിയ ലാംഗ്വേജിൽ യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. So oral and written communication should be given importance. So that's all with the principles and objectives of teaching English. Hope you understand these various principles and objectives as mentioned. Thanks a lot.